ലഭ്യത കുറവ് വരുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ധാരാളം വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാൻ കൊടുക്കുന്നതല്ല. 44 നദികൾ, പുഴകൾ, തടാകങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ ഒക്കെ നോക്കും വെള്ളത്തിൻ്റെ അവസ്ഥ തീരെ മോശമില്ല. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം. ന്യൂനമർദ്ദത്തോട് വന്നതോടുകൂടി ഏത് സമയത്തും ചെയ്യാം. 12 മാസം മഴ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഏറ്റവും പ്രത്യേകത. പക്ഷേ ഭൂഗർഭജലം കുറയുന്നു. എന്നാൽ കടലിലെ ജലം ഉയർന്നു വരിക. ലോകമെമ്പാടും ഉള്ള കണക്ക് വിശ്വസിച്ചുള്ള കണക്ക് ലോകാരോഗ്യ സംഘടന തന്നെ ബോധ്യപ്പെടുത്തിയ കണക്കിൽ 270 കോടി ജനം കുടിവെള്ളത്തിന് വിഷമിക്കുന്നുണ്ട്. 270 കോടി ജനം. ഒരു മാസമെങ്കിലും കുടിവെള്ളം കിട്ടാത്തതിൻ്റെ കണക്ക് വിശ്വസിക്കുന്നത് 400 കോടി വരും. എൻ്റെ അർത്ഥം ലോക ജനസംഖ്യയുടെ പകുതിക്കപ്പുറവും പകുതി അനുഭവവും ഉള്ള ആൾക്കാർ കുടിവെള്ളത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു. ഇനിയൊരു യുദ്ധം ഭാവിയിൽ കുടിവെള്ളത്തിന് വേണ്ടി ആകാമെന്നുള്ള എഴുത്ത് പൂർത്തീകരിക്കപ്പെടുമോ എന്ന സംശയം പോലും നമ്മൾ മുന്നോട്ട്. അഘട്ടത്തിലാണ് സസ്റ്റൈനബിളായി കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്ന പ്രോജക്റ്റ് കൊണ്ടുവരണമെന്ന ആഗ്രഹം ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. ഒരു ഗവൺമെൻറ് താങ്ങാൻ പറ്റുന്ന ഭാഗമൊന്നുമല്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹകരണത്തോടു കൂടി കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളെയും ഇത്തരം കാര്യങ്ങളിലേക്ക് സഞ്ചരിപ്പിക്കുന്നുവെങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനം ഏറ്റെടുത്ത പ്രധാനപ്പെട്ട പദ്ധതി ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കൊടുത്തിരുന്നത് കേരളത്തിൽ 17 ലക്ഷം കുടുംബങ്ങളെ മാത്രമാണ്. കേരളത്തിൽ ഗ്രാമീണ കുടുംബങ്ങൾ 70,80,000. 17 ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം എത്തിയത് 60 വർഷക്കാലം കൊണ്ട്. ഇതാ കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് ഈ 17 ലക്ഷം ഞങ്ങളുടെ സ്ഥലത്ത് 44 ലക്ഷം കുടുംബങ്ങളിൽ ഇതിനോടകം കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്ന സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളതാണ് അഭിമാനകരമായ ഘട്ടങ്ങൾ. 44 ലക്ഷം രൂപ ശേഷിയുടെ കുടുംബങ്ങളെ നമുക്ക് 8 മാസക്കാലം കൊണ്ട് കൊടുക്കാൻ കഴിയും. സമ്പൂർണ്ണമാക്കാൻ കഴിയുന്ന ബൃഹത്തായ പദ്ധതിയിലൂടെ കേരളം മുന്നേറിയപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂൻസിയെ സമ്പൂർണ്ണമായി ഇതിനെ പരിധിയിൽ ഉൾപ്പെടുത്താൻ സാധിച്ച നിയോജകമണ്ഡലമാക്കി മാറ്റിയിട്ടുള്ളതാണ് പ്രത്യേകത. ഞാൻ വാർത്ത സ്വീകരിക്കട്ടെ. അതായത് നിയമസഭാ പ്രവർത്തനങ്ങൾ വളരെയേറെ സന്തോഷം നൽകുന്നത്. 2 MLA ആയി അസംബ്ലിയിൽ വരുമ്പോഴും നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ ഓരോന്നിനെ ശ്രദ്ധിക്കാറുണ്ട്. അത് ഈ നിയോജകമണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ വസ്തുതാപരമായി വിലയിരുത്തുന്നതിന് കാണിക്കുന്ന ജാഗ്രതയാണ്. 6-7 മിനിറ്റ് 8 മിനിറ്റായിട്ട് ഇതുപോലെ വൈകിട്ട് പ്രസംഗിക്കാൻ പറ്റിയായിരുന്നു. ആ 6-7 മിനിറ്റ് കൊണ്ട് കാര്യമാത്രമായ വിഷയങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് മന്ത്രിമാരെ കണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച കേരളത്തിലെ വിരളിൽ ഉണ്ടാവുന്ന MLA-മാരിൽ പ്രമുഖനാണ് ശ്രീ സുഭാഷ്. ഏറെ സന്തോഷങ്ങളുള്ളത് അതിൻ്റെ അനുകരികമായിരുന്നു. അതാണ് ഇംപ്ലിമെന്റേഷൻ. അതിൻ്റെ പ്രഖ്യാപനങ്ങൾ മാത്രം ഒരു കാര്യം നടത്തിയത്. അതിൻ്റെ പിറകിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, തടസ്സങ്ങൾ അറിയിക്കാൻ, വേണ്ടപ്പെട്ടവരെ കാണാൻ, അതെല്ലാം മാറ്റാൻ, പഞ്ചായത്തുകാരെ സഹകരിപ്പിക്കാൻ, അങ്ങനെ എല്ലാ കാര്യത്തിലും നല്ല വികസനത്തിൻ്റെ ഒരു വലിയ രൂപരേഖയാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ സ്വീകരിക്കാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു കാര്യം ആദ്യം വന്നു. അതിൻ്റെ ബാക്കി കാണുന്ന കെട്ട് വിദേശത്തിൽ പാടുന്ന കേട്ടാം അല്ലേ, ബാക്കി കെട്ടിരിക്കുന്ന കെട്ട് അതിനാവശ്യമായ ഇന്ന് അവിടെ കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായേക്കാം എന്ന സൂചന നൽകി. അതുകൊണ്ട് വീട്ടുകാർക്ക് ആ പ്രദേശവുമായി ബന്ധപ്പെട്ട അംഗത്വമായിട്ടുള്ള വീട്ടുകാർക്ക് സഹായമാണെന്ന വിധത്തിൽ പ്രശ്നം ഉണ്ടാകേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ നിർദ്ദേശം കൊടുത്ത് ആ പദ്ധതി നടപ്പിലാക്കിയ രേഖയിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകമായ പരിരക്ഷ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു എന്നുകൂടി സമർത്തി പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തെറ്റായ പരിശ്രമത്തിലൂടെ നമ്മൾ ഈ നാട്ടിലെ വികസന കാര്യങ്ങളെല്ലാം ഒരുമിച്ച് മുന്നേറാനായിട്ട് സാധിക്കട്ടെ. ഇതിലൂടെ സഹകരിക്കുന്ന റോട്ടറികൾ അതോടൊപ്പം തന്നെ റോട്ടറി ഇന്റർനാഷണൽ പാലാ റോട്ടറികളെല്ലാം ഇതിനോട് കാണിക്കുന്ന വലിയ താല്പര്യം അവരുടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെമ്പാടും ലോകത്തെമ്പാടും വലിയ തോതിൽ വികസിച്ച് വളർന്ന് പരിശോധിക്കുന്ന അവരുടെ വലിയ പ്രവർത്തന മണ്ഡലത്തിൻ്റെ ഒരു അംശം ഈ കുടിക പഞ്ചായത്തിലേക്ക് കൂടി വന്ന് സഹകരിക്കാൻ അവർക്ക് താല്പര്യത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. എല്ലാവിധമായ ഭാവങ്ങളും ഒരുകൂടുതലുണ്ട്. നിരവധി സദസ്സിൽ പങ്കുചേർന്നുകൊണ്ട് ഔപചാരികമായി നാൽപ്പതാം ഇവിടെ അറിയിക്കുന്നു. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ദീപം തെളിയിച്ച് ഈ ഒരു കർമ്മങ്ങൾ ദീപം തെളിയിക്കാൻ നമുക്ക് സാക്ഷികളാണ്. ഫ്രണ്ടിൽ നിന്ന് മറിക്കണം ചേട്ടാ. അതൊക്കെ സൈഡിലോട്ട് കഴിയോ?
സൈലോട്ട് 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 കയറുന്നത് കുഴപ്പമില്ല. അടുത്തതായി ഈ ഒരു പദ്ധതിയുടെ ഒരു ഗുണഭോക്താവിന് താക്കോൽദാനം നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഏറെ സ്നേഹത്തോടുകൂടി ആയിഷാനി പള്ളിവാതിൽക്കലിനെ താക്കോൽ ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കെടുത്തിക്കോ പതിയെ 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 കൊടുക്കല്ലോ. കറന്ന് ഹോൾഡ് ചെയ്യണേ, ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഹോൾഡ് ചെയ്യണേ, കറന്ന് ഹോൾഡ് ചെയ്യണേ. ഉമ്മ ഇവിടെ നോക്കാമോ? അടുത്തതായി യോഗത്തിന്റെ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്റ്റിന്റെ ഗവർണർ റിട്ടയർഡ് ഡോക്ടർ ടീന ആന്റണി മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതിന് ഈ ജനസമൂഹം